സമയമായി അവിടെ ഇരിക്കുക, അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുക. എല്ലാ സഹപ്രവർത്തക സഹോദരന്മാരും എല്ലാവരും ഇരിക്കുക. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന വഖഫ് അധിനിവേശത്തിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി രാജേഷ്, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി, ശ്രീ എസ് സുരേഷ്, ശ്രീമതി വി ടി രമ, പാർട്ടിയുടെ മറ്റ് നേതാക്കളായിട്ടുള്ള ശ്രീ എം ആർ ഗോപൻ, ശ്രീ ചെമ്പഴന്തി ഉദയൻ, ശ്രീ സജി, ശ്രീ തമ്പാനൂർ സതീഷ്, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ജനങ്ങൾ അങ്ങേയറ്റം ഭീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പ്രദേശങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് കേവലം മുനമ്പത്തെ മാത്രം വിഷയമല്ല. മുനമ്പത്തിനപ്പുറത്ത് നിരവധി പ്രദേശങ്ങളിൽ, വയനാട്ടിലും ചാവക്കാട്ടും പാലക്കാട്ടും എറണാകുളത്തും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ തലമുറകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പൊ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലെ നിയമങ്ങൾക്കപ്പുറത്താണ് വഖഫിന്റെ തീരുമാനം എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത് മുനമ്പത്ത് നിന്ന് ആരെയും ഇറക്കിവിടില്ല എന്നാണ്. ഇതൊരു വലിയ ഔദാര്യം പോലെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത്. മുനമ്പത്ത് നിന്ന് ഇറക്കിവിടില്ല എന്നുള്ള പ്രസ്താവന കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ? അവർക്കവിടെ കരമടക്കാൻ കഴിയുമോ? അവർക്ക് ആ ഭൂമി പണയപ്പെടുത്താൻ കഴിയുമോ? അവർക്ക് ആ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാൻ കഴിയുമോ? ഇന്നത്തെ ചില പത്രങ്ങളിൽ
കുഞ്ഞാലിക്കുട്ടി ബിഷപ്പിനെ കണ്ടു, പടം കൊടുത്തിട്ടുണ്ട്. നാളെ നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എന്നുള്ളതിനപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പിതാവിനെ കണ്ടതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി, ആ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ കരമടക്കാൻ സാധിക്കുമോ എന്നുള്ളതിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തെ നിരവധി കോടിക്കണക്കിന് ആളുകളുടെ തലയിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഈ വഖഫ് നിയമം അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കാരണം വഖഫ് ബോർഡ് ഒരു ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ല. കോടതിയിൽ ആർക്കും പോകാൻ പറ്റില്ല. നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു വരുന്ന ഭൂമി, ആ ഭൂമി ഇസ്ലാം മതസ്ഥനല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ ഭൂമി വഖഫ് ബോർഡ് പറയുന്നു ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ നടക്കുന്നത് കോടതിയിലല്ല, വഖഫ് ബോർഡിന്റെ മുന്നിലാണ്. അവിടെ ഇസ്ലാം മത വിശ്വാസിയല്ലാത്ത ഒരാളുടെ ഭൂമിയുടെ സ്വത്തവകാശത്തിനെ സംബന്ധിച്ചുള്ള തർക്കം, ആ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് എന്ത് അധികാരമുള്ളത്? ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ നൽകുന്ന ഭൂമി, ആ ആളുകൾ ഇസ്ലാമിലെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഭൂമി, ആ ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഭൂമി കൈമാറ്റം ചെയ്തതായിട്ടുള്ള പല രേഖകൾ വരുന്നു. എറണാകുളത്ത് വാഴക്കാല വില്ലേജിലെ ഒരു ഭൂമിയെ സംബന്ധിച്ച് 2015 കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് ആണിത്. ഈ ഭൂമി ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എറണാകുളത്തെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷെ 16-ന് ശേഷം അവിടെ ഒരു നടപടിയില്ല. അവിടെ ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമവും ഇല്ല. ഒരു വശത്തും മുനമ്പത്ത് സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തുന്ന വഖഫ് ബോർഡ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കൈവശമുള്ള ഭൂമി, ആ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടിയെടുക്കാത്തത് എന്താ? അപ്പൊ അതിനർത്ഥം വഖഫ് ഭൂമി പല ആളുകൾ പലതരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. 2016 മുതൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സർക്കാർ CPM നേതൃത്വം നൽകുന്ന സർക്കാരാണ്. ആ സർക്കാരിന് വഖഫിനെ കുറിച്ചുള്ള അവരുടെ നിലപാട് എന്താണ്? അവരുടെ സ്വന്തം നേതാവ്, ആ നേതാവ് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന വഖഫ് ഭൂമി, ആ വഖഫ് ഭൂമി അത് വഖഫിന് വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ടാ ഈ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു നിർദ്ദേശം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നേതാവിന് നൽകാത്തത്? ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് PD സതീശനും പിണറായി വിജയനും കോൺഗ്രസും CPM-ഉം ഇവർ രണ്ടുപേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വഖഫിനെ രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ ഈ നാട്ടിലെ ജനവിഭാഗങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ള ധാരണയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടാനുള്ള കാരണം പാവപ്പെട്ട ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ജീവിച്ചു വരുന്ന ഭൂമി, ആ ഭൂമിയിൽ നിന്ന്
അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കാനുള്ള ആ ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തിനെതിരായിട്ടുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത്. അതുകൊണ്ടാണ് മുനമ്പത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ടുള്ളത്. ഇത് മുനമ്പത്ത് മാത്രമല്ല, സിൽവർ ലൈനിന്റെ വിഷയം വന്നപ്പോഴും സിൽവർ ലൈനിന്റെ പേരിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമം നടന്നപ്പോ ആ ശ്രമത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി. ആ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആ ആളുകളെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചു. ഇപ്പോ മനുഷ്യാവകാശങ്ങള്, ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതിനെയൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ മുനമ്പത്തെ ന്യൂനപക്ഷ സമുദായത്തെ പറ്റിയിട്ട് എന്തുകൊണ്ട് ആശങ്കപ്പെടുന്നില്ല? അവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങളില്ലേ? മുഖ്യമന്ത്രി സമവായ ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്, സമവായ ശ്രമം നടത്തുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണമെങ്കിൽ ആദ്യം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള അബ്ദുറഹിമാൻ മന്ത്രിയെ പുറത്താക്കണം. കാരണം അബ്ദുറഹിമാൻ മന്ത്രി വഖഫ് ഭീകരതയെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനം, ദേശാഭിമാനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ജിഹ്വയാണ്. ആ ഔദ്യോഗിക ജിഹ്വയിൽ മന്ത്രിസഭയിലെ ഒരംഗം എഴുതിയിരിക്കുന്നത് ആ നിലപാട് സർക്കാരിന്റെ നിലപാടാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ, ആ നിലപാടിനെ പിണറായി വിജയൻ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അബ്ദുറഹിമാൻ പറഞ്ഞിരിക്കുന്നത് 1995 വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 പ്രകാരം ഒരു പ്രത്യേക സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിൽ നിക്ഷിപ്തമാണ്. ഇത് അബ്ദുറഹിമാൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ സർക്കാരിന്റെ നിലപാടാണോ? ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെങ്കിൽ, ഇതാണ് സർക്കാരിന്റെ നിലപാടെങ്കിൽ എന്ത് സമവായ ശ്രമമാണ് നിങ്ങൾ നടത്തുക? ഇതിന്റെ അധികാരം വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുമ്പോ അതനുസരിച്ച് വഖഫ് ബോർഡ് തീരുമാനമെടുക്കും. ആ വഖഫ് ബോർഡ് തീരുമാനമെടുക്കുന്ന ഇന്നത്തെ സാഹചര്യം, ആ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ഒരു മന്ത്രി പറയുകയാണ്. മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമ്പോ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയാണ്, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ള മന്ത്രി അദ്ദേഹം പറയാണ്, ഞാൻ ഭരണഘടന അനുസരിച്ചല്ല ഭരിക്കാൻ പോകുന്നത്, ഞാൻ ഇസ്ലാമിക നിയമമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരമാണോ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. വഖഫ് നിയമം, നിലവിലുള്ള വഖഫ് നിയമം, ആ വഖഫ് നിയമം അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അബ്ദുറഹിമാൻ പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ നടത്തുന്നത് എന്നാണ്. ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരന്മാർ, ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ, ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ, അവരുടെ ഭൂമിയിലുള്ള അവകാശം കവർന്നെടുക്കുന്നതാണോ നിങ്ങൾ പറയുന്ന മതനിരപേക്ഷത? അതിനെയാണോ നിങ്ങൾ മതനിരപേക്ഷത എന്ന് പറയുന്നത്? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതിയെ CPM-ഉം കോൺഗ്രസും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മുനമ്പത്തെ ഉപയോഗിച്ചുകൊണ്ട് മതസ്പർദ്ധ വളർത്താൻ BJP ശ്രമിക്കുന്നു എന്നാണ് ചില ആളുകളുടെ ആരോപണം. ആരാ മതവിദ്വേഷം ഉണ്ടാക്കുന്നത്? മതവിദ്വേഷം ഉണ്ടാക്കുന്നത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് എന്ന് ലേഖനം എഴുതിയ അബ്ദുറഹിമാനാണ്. ആ അബ്ദുറഹിമാനാണ് മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുടിയിറക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി
ഈ രാജ്യത്തെ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത്, ഈ രാജ്യത്തെ നിയമങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വഖഫിന്റെ പേരിൽ തടിച്ചു കൊടുത്ത കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട്. വഖഫിന്റെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഭൂമി, ആ ഭൂമി മറിച്ചു കൊടുത്ത് ലാഭമുണ്ടാക്കിയ കൊടുത്തവരും വാങ്ങിയവരും. അക്കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ആള്, വാഴക്കാല വില്ലേജിലെ ആ ഭൂമിയുടെ ഉടമസ്ഥനായിട്ടുള്ള ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേസുണ്ടായി. അന്ന് കേസ് കേട്ട ബ്രിട്ടീഷ് കോടതി പറഞ്ഞത് എ പെർപെച്യൂറ്റി ഓഫ് ദ വേസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർനീഷ്യസ് കൈൻഡ്, ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒന്ന് എന്നാണ് വഖഫ് നിയമത്തെ കുറിച്ച് അന്ന് ബ്രിട്ടീഷ് കോടതി പറഞ്ഞത്. അതില്ലാതാക്കാൻ അവർക്ക് സാധിച്ചില്ല. തുടർന്നു വന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ 1954 വഖഫ് ആക്ട്, 1995 ആക്ട്, 2013 ആക്ട്, ഇതെല്ലാം ഈ പറഞ്ഞ നാട്ടിലെ നിയമം വഖഫിന്റെ പേരിൽ തർക്കമുണ്ടായാൽ അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാവില്ല എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം കൂടുതൽ ശക്തിപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായി വഖഫ് ട്രിബ്യൂണൽ കോടതിയുടെ മുകളിൽ, നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലുള്ള ഒരു സംവിധാനമായിട്ട് നിൽക്കുന്നതിന് പകരം ഈ നാട്ടിലെ ഭരണഘടനയ്ക്ക് അനുസൃതമായി, ഈ നാട്ടിലെ നിയമവാഴ്ചയ്ക്ക് അനുസൃതമായി, ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾക്ക് അനുസൃതമായി, അതിനനുസൃതമായിട്ട് വഖഫ് ബോർഡ് പ്രവർത്തിക്കണം. അതുകൊണ്ട് VD സതീശനും ഇപ്പോ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്ന് അവകാശപ്പെടുന്നവരും അവരാദ്യം ചെയ്യേണ്ടത് നിയമസഭയിൽ നിങ്ങൾ ഏകകണ്ഠമായിട്ട് പാസാക്കിയ പ്രമേയം, ആ പ്രമേയം പിൻവലിക്കാനുള്ള പ്രമേയമാണ് അടുത്ത നിയമസഭ കൂടുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വയനാട്ടിലെയും കണ്ണൂരിലെയും പാവപ്പെട്ട കർഷകർക്കൊപ്പമാണോ അതോ ഈ വഖഫിന്റെ പേരിൽ തടിച്ചു കൊടുത്ത ഒരു കൂട്ടം ആളുകളുടെ ഒപ്പമാണോ? അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് ഈ മുനമ്പത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ, കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ രക്ഷകർ, കേരളത്തിന്റെ രക്ഷാസേന എന്നൊക്കെ പ്രളയകാലത്ത് വിശേഷിപ്പിച്ചത് നമ്മളാരും മറന്നിട്ടില്ല. ആ മത്സ്യത്തൊഴിലാളികളുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കുന്ന ഈ കിരാത നിയമം, ശ്രീ സുരേഷ് ഗോപി വയനാട്ടിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വഖഫ് ഭീകരതയുടെ പേര് കിരാത നിയമം എന്നാണ്. അതിന്റെ പേരിൽ വലിയ ബഹളമായിരുന്നു. ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകളെ, നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ആളുകളെ, ഉടമസ്ഥന്മാരായിട്ടുള്ള ആളുകളെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് നൽകി ഇറക്കിവിടുന്നതിന് കിരാതം എന്നല്ലാതെ മറ്റെന്താ വിശേഷിപ്പിക്കാൻ പറ്റുക? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മത നേതാക്കന്മാരെ കണ്ട് സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കാൻ നിങ്ങൾ തയ്യാറാവാത്തിടത്തോളം കാലം ഈ നാട്ടിൽ വഖഫിന്റെ പേരിൽ നടക്കുന്ന ഈ ഭീകരതയുടെ വക്താക്കളാണ് നിങ്ങൾ, ഇസ്ലാമിക നിയമത്തിനെ പിന്തുണയ്ക്കുന്നവരാണ് നിങ്ങൾ എന്ന് മാത്രമേ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വിധി എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ഭൂമി അന്യാധീനപ്പെടുന്ന ഈ കിരാത നിയമത്തിനെതിരായിട്ട് നിയമസഭയ്ക്ക് പുറത്തും പാർലമെന്റിന് പുറത്തും പോരാടും. പാർലമെന്റിനകത്ത് ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ നിയമം പാസാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട്
ഈ നാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പമാണ്, ഈ നാട്ടിൽ കുടിയിറക്ക ഭീഷണി നേരിടുന്ന ആളുകൾക്കൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിയമസഭയ്ക്ക് രണ്ട് വശത്തും ഇരിക്കുന്ന ഈ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മാർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കാര്യത്തിലുള്ള പ്രതിബദ്ധത വ്യക്തമാക്കാൻ കൂടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇല്ല, ഞങ്ങൾ പിന്നോട്ടില്ല. കാർഡ് ഫുള്ള് നമ്മുടെ സംസ്ഥാനത്തിലെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ആശങ്കാകുലരായിരിക്കുന്ന ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് BJP കുറേ ദിവസങ്ങൾ മുമ്പ് തന്നെ ഈ സമരം ആരംഭിച്ചത്. ഈ സമരം ഒരു പിന്തുണാ സമരമാണ് ആരംഭിച്ചത്. മുമ്പ് നമ്മൾ ലോ അക്കാദമിയിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി പോരാടിയപ്പോഴേക്കും BJP നേതാവ് V. മുരളീധരൻ ഉൾപ്പെടെ അവിടെ പിന്തുണ കൊടുത്തുകൊണ്ട് ആരംഭിച്ചതുപോലെ മുനമ്പത്തെ ഒരു 650ഓളം വരുന്ന ക്രൈസ്തവ ധീവര സമൂഹത്തിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ ആരംഭിച്ച ഒരു സമരത്തിന് പിന്തുണ കൊടുക്കുകയാണ് BJP ചെയ്തത്. അതിനുശേഷം മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും വന്ന വസ്തുത മുനമ്പത്ത് മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല പ്രദേശത്തേക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് വഖഫ് ബോർഡിൽ നിന്ന് നോട്ടീസ് ചെല്ലുകയാണ്. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമി, ഈ സർവേ നമ്പറിലുള്ള ഭൂമി വഖഫിന്റെ ഭൂമിയായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ നിന്ന് ഒഴിഞ്ഞു തരണം. അതിന്റെ നിയമപരമായ വശങ്ങളെ കുറിച്ചൊക്കെ തന്നെ V. മുരളീധരൻജി വളരെ വ്യക്തമായിട്ട് വളരെ ദീർഘമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ അതിന്റെ രാഷ്ട്രീയ വശമാണ് ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റും ആ ഗവൺമെന്റിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഒരു വഖഫ് ബോർഡിന്റെയും ഒരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ പറയുമ്പോൾ തന്നെ കേരളത്തിലെ VD സതീശനും പിണറായി വിജയനും ഉൾപ്പെടുന്ന LDF UDF നേതൃത്വങ്ങൾ ഈ വഖഫ് ആക്ടിന്റെ മറവിൽ, വഖഫ് ബോർഡിന്റെ മറവിൽ കേരളത്തിൽ കാണിക്കുന്ന തോന്നിയാസത്തെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം വരുന്ന വാർത്ത, ഞാൻ ഇന്നലെ രാത്രിയാണ് പാലക്കാട് നിന്ന് വന്നത്. ഞാനിവിടെ സുൽത്താൻപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പാലക്കാട് ടൗണിൽ. സുൽത്താൻപേട്ടയിൽ ഒരു ബിഷപ്പ് ഹൗസിൽ പോയിരുന്നു. അവിടെ ഒരു 30ഓളം വരുന്ന ക്രൈസ്തവ പിതാക്കന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ
ഞാനൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛാ സുൽത്താൻപേട്ട എന്താണെന്ന് അറിയാമോ? ടിപ്പു സുൽത്താന്റെ പടയോട്ടം നടന്ന സ്ഥലങ്ങളൊക്കെയാണ് സുൽത്താൻപേട്ട, സുൽത്താൻ ബത്തേരി എന്നൊക്കെ അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴേക്കും ആ മലബാർ മേഖലയിലെ സകല ക്ഷേത്രങ്ങളെയും തകർത്തുകൊണ്ടാണ് ടിപ്പുവിന്റെ തേരോട്ടം നടന്നത്, പടയോട്ടം നടന്നത്. അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ഉണ്ടായത്, സുൽത്താൻ പേട്ട ഉണ്ടായത്. ഇനി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരങ്ങളിൽ പോയി, ഷാഫി പറമ്പിൽ അഗ്രഹാരങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ പാവപ്പെട്ട ബ്രാഹ്മണരുടെ കയ്യിൽ നിന്നും കുറച്ച് ചോറെടുത്ത് കഴിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കറി വിളമ്പി കൊടുക്കും. വൈകുന്നേരം 6 മണി വരെ സൂര്യന്റെ വെളിച്ചത്തിൽ ഇക്കാര്യമൊക്കെ ചെയ്തിട്ട് 6 മണി കഴിഞ്ഞാൽ വഖഫ് ബോർഡിനെയും ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെയും താലോലിക്കുകയാണ് ഷാഫി പറമ്പിന്റെ ജോലി എന്ന് ഞങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് ഷാഫി പറമ്പിൽ MLA ആയതിനു ശേഷം ഈ സംഘടനകളുടെ ശക്തി എന്താണ് എന്നറിയണമെങ്കിൽ പാലക്കാട് ഒന്ന് പോയി നോക്കണം സുഹൃത്തുക്കളെ. പാലക്കാട് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം, കഴിഞ്ഞ 10-25 കൊല്ലം കൊണ്ട് ABVP-യിലും അതുപോലെ തന്നെ യുവമോർച്ചയിലും ഇന്ന് BJP-യിലും പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയെങ്കിലും UDF-നെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് ഞാൻ താമസിച്ച ഹോട്ടലിൽ, അത് യാദൃച്ഛികമാണ്, എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒരു മുറി ഒഴികെ, ഞാൻ താമസിച്ച ഒരു റൂം ഒഴികെ ബാക്കി മുഴുവൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന മുസ്ലിം ലീഗാ. മുസ്ലിം ലീഗിൽ റൂം ബുക്ക് ചെയ്തതിലൂടെ എന്നല്ല ഞാൻ പറയുന്നത്. 2 ഞായറാഴ്ചകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലും പറഞ്ഞു, കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലും അവിടെ നടന്ന തിരഞ്ഞെടുപ്പ് ഗൃഹസമ്പർക്ക പരിപാടികളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവർ ഉൾപ്പെടെ പാലക്കാടുണ്ട്, കാസർഗോഡുണ്ട്. ഇന്നലെ നടന്ന കൊട്ടിക്കലാശത്തിൽ UDF-ന്റെ കൊട്ടിക്കലാശം വിജയിപ്പിക്കുവാൻ വേണ്ടി ആരെയും തലയും മുറുക്കി ഇറങ്ങിയതൊക്കെ തന്നെ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്നവർ, ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തിച്ചിരുന്നവർ, PDP-യിൽ പ്രവർത്തിച്ചിരുന്നവർ. ഞാൻ ചോദിക്കട്ടെ, എന്റെ BJP പ്രിൻസിപ്പൽ ഒപ്പോണന്റ്, അതായത് മുഖ്യ എതിരാളി ആവുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ്സുകാർക്ക് നിന്നോടുത്താൽ മതി. ഞാനൊരു കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞു, BJP ആണ് മുഖ്യ എതിരാളി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് നിന്നോടുത്താൽ മതി. നിങ്ങളുടെ ഫ്ലക്സ് പോപ്പുലർ ഫ്രണ്ട് അടിച്ചു തരും, നിങ്ങളുടെ പോസ്റ്റർ സമസ്ത അടിച്ചു തരും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അടിച്ചു തരും. നിങ്ങൾക്ക് വേണ്ടി ചോരെഴുത്ത് നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും, PDP ആയിരിക്കും, NDF ആയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കേരളം എങ്ങോട്ടാ പോകുന്നത്? കേരളം എങ്ങോട്ടാ പോകുന്നത്? ഒരാൾ പോയല്ലോ. ഞാൻ ചോദിക്കട്ടെ, 12 മണിക്ക് കോൺഗ്രസിൽ ചേരുന്നു സുഹൃത്തുക്കളെ, 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് പിറ്റേ ദിവസം 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പാണക്കാട് തങ്ങളുടെ പേരിൽ അവിടെ പോയി അർച്ചന നടത്താതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിച്ചോ? കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ കണ്ടീഷൻ എന്താ? പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം വാങ്ങണം. സ്വന്തം അച്ഛനെയും അമ്മയെയും പുകഴ്ത്തുന്നതിനപ്പുറം പാണക്കാട് തങ്ങളെ പുകഴ്ത്തിയിട്ട് നീ വരണം. അല്ലാതെ നിനക്ക് 1 ഇഞ്ച് പോലും മലബാർ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല, കേരളത്തിലെ UDF-ൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങോട്ടാ പോകുന്നത്? എറണാകുളത്തു നിന്നുള്ള ഒരു ക്രൈസ്തവ സഹോദരൻ, അദ്ദേഹം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നു, അവരുടെ ഗ്രാമത്തിൽ ഒരു ജുമാഅത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 60 ഏക്കർ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടിരിക്കുക. അദ്ദേഹവും അവിടെയുള്ള ആൾക്കാരൊക്കെ കൂടെ തന്നെ അവിടെ പരിശോധിച്ചു, അവർ റിസർച്ച് നടത്തി. കഴിഞ്ഞ 200 കൊല്ലത്തിന് ഇപ്പുറം ഒരു പള്ളി, അങ്ങനെ ഒരു ജുമാ മസ്ജിദ് അവിടെ ഇല്ല. അങ്ങനെ ഇല്ല. എന്തിനാണ് വഖഫ് ബോർഡ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ പറയും, വഖഫിന്റെ സൈറ്റിൽ അത് പണ്ടേ ഉണ്ടല്ലോ, അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് ക്ലെയിം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇത് മുരളീധരൻ പറഞ്ഞു 1984 ജവഹർലാൽ നെഹ്റുവിന്റെ അധികാരമോഹം കൊണ്ട് നിയമം കൊണ്ടുവരുന്നു. 95 കോൺഗ്രസ് അതിനെ അമെന്റ് ചെയ്ത് കൂടുതൽ അവർക്ക് ഗുണപ്രദമാകുന്നു. 2013 വീണ്ടും ഈ നിയമം അമെന്റ് ചെയ്തത് കോൺഗ്രസ്. എന്തിനാ അമെന്റ് ചെയ്തത്? 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നാൽ പിന്നീട് ഈ കളികളൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2013 അമെന്റ് ചെയ്തിട്ട് വഖഫ് ബോർഡിന് ആവശ്യത്തിനപ്പുറം അവകാശവും അധികാരവും കൊടുത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് അപകടകരമായ നീക്കമാണ് കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി കാണിച്ചിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു അന്ന് ചെയ്തുവെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പിന്തുണക്കാർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരാണ് 2014 ചെയ്തത്. എന്നിട്ട് ഈ നിയമസഭയിൽ പിണറായി വിജയനും VD സതീശനും ഇവിടെ ഒരുമിച്ചിരുന്നു കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് പാസാക്കുന്ന വഖഫ് ബില്ലിനെതിരെ